കൂട്ടുകാരെ നമ്മൾ സൈക്കിൾ പരിപാടി കാണുവാണ്. ഹലോ കൂട്ടുകാർ, നമ്മൾ സൈക്കിൾ പരിപാടി കാണാൻ പോവാണ്. നമ്മൾ പരിപാടി കാണാനായിട്ട് ചെന്നപ്പോഴേക്കും ഏകദേശം കുറേ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. 7 മണിക്കാണ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 7:45 കഴിഞ്ഞു. ആളുകളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുള്ളൊരു കൺസിഡറേഷനിൽ എനിക്ക് മുന്നിൽ സ്ഥലം തന്നു. ഇവർക്ക് 2 പേർക്കും കാണണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്ഥലം കിട്ടി കേട്ടോ. ഇങ്ങനെ കയറൊക്കെ കയറിയിട്ട് ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടുതലും കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. കാരണം സ്കൂളിൻ്റെ അടുത്തായത് കൊണ്ട് പിള്ളേർ ഇതൊക്കെ വീടുകളിൽ പോയി പറഞ്ഞിട്ട് പിള്ളേർക്ക് കാണാനുള്ളത് കൊണ്ട് തന്നെ പേരൻസ് എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇത് ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇവർ മാത്രമല്ല, ഇവർ കാണാൻ വന്ന അവരിൽ നിന്നും പിള്ളേരെ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 4 പിള്ളേരുടെ ഒരു ഐറ്റം ചെയ്തു. അതിനുശേഷം വീണ്ടും 2 പിള്ളേരെ വിളിച്ചിട്ട് ശരിക്കും എന്താ പറയുക, നമ്മൾ കാണുന്ന ആളുകൾ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിന്ന് പോകും. കാരണം ബ്രേക്കൊന്നും ഇല്ലാത്തൊരു സൈക്കിളാണല്ലോ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ പോലും പിടിക്കാണ്ട് കണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് മിസ്സായി. തുടക്കത്തിൽ കുറേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇവരിനി ഈ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പിള്ളേരെ വിളിക്കുന്ന സമയത്ത് പിള്ളേർക്കൊരു സന്തോഷം. അവരിങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ പിള്ളേർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം 2 ഐറ്റം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആളുകൾ അവർക്ക് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷനും കൂടെയാണ്. ഇങ്ങനെ കാണികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കാശൊക്കെ കിട്ടുന്ന സമയത്ത് അവർ ശരിക്കും ഹാപ്പിയാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നൊരു ഐറ്റം ഇങ്ങനെ കുടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അത് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 3 കുടക്ക് കണ്ടപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരെണ്ണം പുള്ളിക്കാരൻ കടിച്ചു പിടിച്ചിട്ടായിരുന്നു. തോർത്തിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റും. എന്നിട്ട് അത് കടിച്ചു പിടിച്ചിട്ടാണ് 3 കുടം കയ്യിലെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തെ ആ ഒരു എന്താ പറയുക പ്രാക്ടീസിലൂടെ വന്നതായിരിക്കും. നമുക്കൊക്കെ ബ്രേക്കുള്ള സൈക്കിളിൽ തന്നെ നേരെ ചൊവ്വേ ഓടിക്കാൻ വയ്യ. അതാണ് ബ്രേക്കൊന്നും ഇല്ലാത്തൊരു സൈക്കിളിൻ്റെ ഹാൻഡിൽ പോലും പിടിക്കാതെ 3 വെള്ളം കൂടെയൊക്കെ ആയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഐറ്റമായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ചൂടുണ്ടായിരുന്നു. കാരണം ഈ സൈക്കിളായിട്ട് ഇദ്ദേഹം നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തീപ്പന്തം കത്തിച്ച് അത് ടയറിൻ്റെ മേലെ വെച്ചിട്ട് അത് കഴുത്തിലിട്ടിട്ട് ഈ ഒരു അഭ്യാസം കാണിക്കുന്ന അദ്ദേഹത്തിന് ശരിക്കും സമ്മതിക്കുക തന്നെ വേണം. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ വേറൊരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബനിയനെല്ലാം മൂടിയിട്ട് ട്യൂബ് എടുത്തിട്ട് മേല് വെച്ച് പൊട്ടിക്കുന്ന ഒരു സംഭവം അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് അദ്ദേഹം ട്യൂബൊക്കെ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ണടച്ച് നിന്നു. എനിക്കതും അങ്ങനെയൊക്കെയുള്ള കാണാൻ മാത്രമുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. സ്കൂൾ ഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ ഇവരുടെ സ്കൂളിലെ ഏട്ടന്മാരും പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും കാണാൻ പറ്റി. അതിൻ്റെ കൂടെ ഇവരെ എല്ലാവരും രാത്രി കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം വേറെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഇവർക്കൊരു കോഴീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ക്ലബ്ബ്, യുവതാര എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഇവർക്കൊരു കോഴീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴീനെ ലേലം വിളിക്കുന്നതാണ്. അപ്പോൾ 100 രൂപയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ഓരോരുത്തർ 100 രൂപ വെച്ച് കൂട്ടി വിളിക്കുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തർ കൂട്ടി വിളിച്ചു. ഏകദേശം ഒരു 4000 രൂപ വരെ നമ്മളവിടെ നിന്നു. 4000 രൂപ വരെ നിന്നപ്പോഴേക്കും പിള്ളേർക്ക് ഇത് ഇഷ്ടാവാണ്ടായി. കാരണം ഇതല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. ഒരു 4000 രൂപ വരെ നിന്നു. നമ്മൾ എന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം അടുത്ത വീട്ടിലെ ചേച്ചിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് 17,000 രൂപയ്ക്കാണ് ആ കോഴീനെ ഒരാൾ ലേലം വിളിച്ച് എടുത്തത് എന്ന്. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയിലൂടെയും അതുപോലെ ഇങ്ങനെ ലേലം വിളിച്ച് കിട്ടുന്നതിലൂടെയൊക്കെയാണ് അവർക്ക് കാശ് കിട്ടുന്നത്.
ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ അയൽവക്കത്ത് ഇങ്ങനെ വരുന്നുണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും പിള്ളേരെ കൂട്ടിപ്പോയി കാണുക. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അത്. കുറേ വർഷത്തിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ ചെറുതിലാണ് ഞാനിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 17,000 രൂപയുടെ ഒരു കോഴിനെ കണ്ട സന്തോഷത്തിൽ ഞാനും പിള്ളേരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരു ലേലം അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്.